ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1689. ഇന്ന് ഓഗസ്റ്റ് മാസം 15-ാം തീയതി, 228-ാമത്തെ ദിവസത്തിലെത്തി. സുറിയാനി സഭയെ സംബന്ധിച്ച് ഇന്ന് എത്രയോ വലിയ ഒരു പെരുന്നാൾ ദിനമാണ്. പരിശുദ്ധ കന്യകമർത്തമറിയാം അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാളിന്റെ ദിനം, ശൂനോയ പെരുന്നാൾ ദിനം, ശൂനോയ നോമ്പിന്റെ സമാപന ദിനവും. ആകെയുള്ള ആശ്വാസം അത് മാത്രമാണ്. ഇന്ന് നോമ്പ് വീടുകയാണ്. അതിന് അപ്പുറത്തോ ഇപ്പുറത്തോ മറ്റൊന്നുമില്ല. എന്നാൽ ഈ പ്രഭാതകിരണമേറ്റ് അമ്മയോടൊത്തുള്ള നമ്മുടെ പുലർകാല യാത്ര, അതെ, അമ്മ വഴികളിലൂടെയുള്ള യാത്ര. മലയാളത്തിന്റെ മുതിർന്ന എഴുത്തുകാരൻ സേതുവിന്റെ സാഹിത്യ അക്കാദമി അവാർഡൊക്കെ ലഭിച്ച മനോഹരമായ ഒരു നോവലാണ് അടയാളങ്ങൾ. അമ്മയെക്കുറിച്ച്, ഭൂമിയിലെ മുഴുവൻ അമ്മമാരെക്കുറിച്ച് അതിനകത്ത് ഇങ്ങനെ സേതു എഴുതുന്നുണ്ട്. വീട്ടിലെ മുഴുവൻ വ്യസനങ്ങൾ മറ്റാരും അറിയാതെ, മറ്റാരെയും അറിയിക്കാതെ സ്വയം ഏറ്റെടുക്കുന്നവരാണ്. അതല്ലേ അമ്മ. നമ്മുടെ ദൈവത്തിന്റെ തൊട്ട് താഴെ വന്ന് നിൽക്കുന്ന ഒരാൾ, അതാണ് അമ്മ. ശരിയാണ്, അമ്മമാരുടെ വിളി അതാണ്, അതിനായിട്ടാണ്. ദൈവത്തോട് ചേർന്ന് ആയിരിക്കാൻ ഭാഗ്യം കിട്ടിയ ഭൂമിയിലെ അമ്മമ്മ സ്ഥാനത്തില് ദൈവത്തിന് തൊട്ട് താഴെ ചേർക്കപ്പെട്ടവൾ. അമ്മമറിയത്തെ അറിയുക, കുറെ കൂടി അറിയുക, ആദരിക്കുക, സ്നേഹിക്കുക, സങ്കടങ്ങളൊക്കെ പങ്കുവെക്കുക. ഈ അമ്മയ്ക്കെല്ലാം മനസ്സിലാവും കേട്ടോ. എന്നെയും ശരിക്കും പിടികിട്ടും. എന്നിട്ട് മകനോട് പറയും, ഇവർക്ക് വീഞ്ഞില്ല, എന്തൊക്കെയോ കുറവുണ്ട്, നീ ഇടപെടണമെന്ന്. അതോടുകൂടി നമ്മൾ രക്ഷപ്പെടും. ശരിക്കും അതിനുവേണ്ടിയാണല്ലോ, അതിനുവേണ്ടി മാത്രമാണല്ലോ നമ്മൾ ഈ പങ്കപ്പാടൊക്കെ കാട്ടിക്കൂട്ടുന്നത്. കാര്യം നടന്നു കിട്ടാൻ വേണ്ടിയാ, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ. പക്ഷെ ഒന്നുണ്ട് കേട്ടോ, അതിനു മുമ്പ് ഈ അമ്മ ആ ഭവനത്തിലെ, ഏത് ഭവനത്തിലെ മുഴുവൻ ആളുകളോടും പറയുന്നൊരു കാര്യമുണ്ട്. ഇവൻ എന്റെ പുത്രൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. കേട്ടാ പോരാ, ചെയ്യണം. അതിന് തയ്യാറാണോ നമ്മളെന്ന് സ്വയമെന്ന് ചോദിക്കാനായിട്ട് ഏറ്റവും നല്ല ദിനമാണ് ഇന്ന്. എന്നെങ്കിലും നമ്മൾ തയ്യാറാവുന്നു. പുത്രനെ കേൾക്കണം, പുത്രനെ അറിയണം. അറിഞ്ഞാലും പോരാ, അനുസരിക്കണം. അനുസരണം വിനയത്തോടെ ആയിരിക്കണം. ശരിക്കും സമ്പൂർണമായ ഒരു വിധേയപ്പെടലുണ്ടാവണം. സ്വയം സമർപ്പിക്കണം. പലതും ത്യജിച്ചുകൊണ്ടായിരിക്കണം. പല ത്യാഗങ്ങളും ഏറ്റെടുത്തുകൊണ്ടായിരിക്കണം. അങ്ങനെ ആവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതാണ്. അങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കേണ്ട ദിനം കൂടിയാണ് ഈ പെരുന്നാൾ ദിനം. ഒടുവിൽ അമ്മയുടെ മരണ ഓർമ്മ. ആ അമ്മയും മരിച്ചു. മരണ നൊമ്പരങ്ങളിൽ നിന്ന് വലിയൊരു ആശ്വാസമായി മാറുന്നുണ്ട്. മരണ ഭയത്തിൽ നിന്ന് എന്നെ പതിയെ ഇത് രക്ഷിക്കുന്നുണ്ട്. പിന്നെ മരണബോധത്തിലേക്ക് എന്നെ ക്ഷണിച്ചുകൊണ്ട് പോകുന്നുമുണ്ട്. നല്ലൊരു മരണത്തിനും നല്ലൊരു കടന്നുപോകലിനും പാകമായ വിധത്തില് ഒരു ബാക്കി ജീവിതം വേണമല്ലോ. അതിനു വേണ്ടിയിട്ട് കൂടി പ്രാർത്ഥിച്ച് നമുക്കൊന്ന് ഒരുങ്ങാം. നല്ലൊരു മരണത്തിനും ശേഷം കുറച്ച് നല്ല ഓർമ്മകൾക്കും വേണ്ടി. ഇന്ന് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ദിനം കൂടിയാണ്. മുഴുവൻ രക്തസാക്ഷികളെയും ആദരവോടെ ഓർക്കാം, ദർശനമുള്ള നേതാക്കന്മാരെയും. ആമേൻ.